മഹാഭാരത യുദ്ധത്തിൽ വീരയോദ്ധാവായ ദുശാസനൻ നിലം പതിച്ചു. ദീർഘനാളത്തെ പ്രതികാരദാഹം മനസ്സിലിട്ട് കാത്തു സൂക്ഷിച്ച ഭീമൻ തന്റെ പ്രതിജ്ഞ നിറവേറ്റാനുള്ള ആ നിമിഷം വന്നെത്തിയതറിഞ്ഞ് കൊടുങ്കാറ്റ് പോലെ അവന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. ദുര്യോധനന്റെ സഭയിൽ വെച്ച് ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കാൻ ധൈര്യം കാണിച്ച ദുശാസനനോട് ഭീമൻ അന്ന് പ്രതിജ്ഞ ചെയ്തത് ഇങ്ങനെയായിരുന്നു: ദുശാസന, ഞാൻ നിന്റെ നെഞ്ചു പിളർന്ന് രക്തം കുടിക്കും. ദുശാസനനെ അതിക്രൂരമായി വധിച്ച ശേഷം ഭീമൻ അവന്റെ നെഞ്ചു പിളർന്നു. ചോരയൊലിക്കുന്ന ദുശാസനനെ കണ്ടപ്പോൾ ഭീമൻ ഒരു നിമിഷം നിന്നു. പ്രതിജ്ഞയുടെ ഓർമ്മയിൽ അവൻ രക്തം കയ്യിലെടുത്തു. എന്നാൽ ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ ഈ അസുര സ്വഭാവമുള്ള രക്തം ഉള്ളിൽ ചെന്നാൽ തന്റെ ആന്തരിക ശുദ്ധി കളങ്കപ്പെടുമെന്ന് ഭീമൻ ചിന്തിച്ചു. ശാരീരികമായി ആ രക്തം ഉള്ളിൽ ചെല്ലുന്നത് തന്റെ മനസ്സിനെയും ആത്മാവിനെയും അശുദ്ധമാക്കുമെന്ന് ഭീമൻ ഉറപ്പായിരുന്നു. അങ്ങനെ തന്റെ പ്രതിജ്ഞയും ധർമ്മബോധവും തമ്മിലുള്ള സങ്കീർണമായ ഒരു പാലം ഭീമൻ കണ്ടെത്തി. ഭീമൻ ദുശാസനന്റെ രക്തം ചുണ്ടുകളിൽ സ്പർശിക്കുക മാത്രം ചെയ്തു. അത് ഉള്ളിലേക്ക് ഇറക്കാതെ ഉടൻ തന്നെ ഭൂമിയിലേക്ക് തുപ്പിക്കളഞ്ഞു. യുദ്ധം അവസാനിച്ച ശേഷം ദുഃഖിതയായ ഗാന്ധാരി ഭീമനോട് ഇതേക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഭീമൻ വിനയത്തോടെ വിശദീകരിച്ചു: മാതേ, ഞാൻ എന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കി. എന്നാൽ അശുദ്ധമായ ആ രക്തം ഉള്ളിൽ ചെന്ന് എന്റെ ശരീരത്തെയും മനസ്സിനെയും കളങ്കപ്പെടുത്താതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. പ്രതിജ്ഞയുടെ വാക്കുകൾ ഞാൻ പാലിച്ചു, എന്നാൽ എന്റെ ധർമ്മം ഞാൻ ലംഘിച്ചില്ല. അങ്ങനെ ഭീമൻ തന്റെ പ്രതിജ്ഞയും തന്റെ ആന്തരിക ധർമ്മവും ഒരേ സമയം സംരക്ഷിച്ചു. വാക്കുകൾ പാലിച്ചുകൊണ്ട് തന്നെ ആന്തരികമായി താൻ ശുദ്ധനായി തുടരാൻ അവന് സാധിച്ചു.